أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأصحاب اليمين ما أصحاب اليمين في سدر مخلود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله العلي العظيم. ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ. وأصحاب اليمين ما أصحاب اليمين في سدر مخلود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് അസ്സാബിഖൂൻ അല്ലെ, ഏറ്റവും മുൻകടന്ന ആളുകളെ കുറിച്ചാണ്. അതായത് 3 വിഭാഗക്കാരാണ് നാളെ പരലോകത്തുണ്ടാവുക. അതിൽ ഒന്നാമത്തേത് സാബിഖൂൻ, രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ, മൂന്നാമത്തേത് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ. ഇത് വലതുപക്ഷക്കാർ. ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വലത്തെ കയ്യിൽ കിതാബ് ഗ്രന്ഥം നൽകപ്പെടുന്ന ആ വലതുപക്ഷക്കാര്, അവരുടെ കൂട്ടത്തിലാണ് ആദ്യത്തെ 2 വിഭാഗവും പെടുക. സാബിഖീങ്ങളും പെടുക, ഈ അസ്ഹാബുൽ യമീനും പെടുക. അപ്പൊ മഷ്അമ എന്ന് പറയുന്നത് അതന്നെ അപശകുനത്തിന്റെ ആളുകൾ എന്നാണ്. അതായത് 2 അർത്ഥത്തിലും അറബിയിൽ യമീൻ എന്നുള്ളത് 2 അർത്ഥത്തിലും പറയും. വലത് എന്നും പറയും, നല്ല സൗഭാഗ്യത്തിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലും യുംന് പറയും. ഷിമാല് എന്നുള്ളത്, അല്ലെങ്കിൽ അസ്ഹാബു ഷിമാല്, അസ്ഹാബുൽ മഷ്അമ എന്നുള്ളത് ഇടതുപക്ഷം എന്ന അർത്ഥത്തിലും പറയും. പിന്നെ പറയുന്നത് ദുശകുനത്തിന്റെ ആളുകൾ, മഷ്അമ. ഷുഉമ് എന്ന് പറഞ്ഞാല് അപശകുനം. അതായത് ഒരാളെ കണ്ടാല് അല്ലെങ്കിൽ ഒരു സംഗതിയെ നമ്മൾ ദർശിച്ചാൽ നമുക്ക് പിന്നെ ഉണ്ടാകുന്നതൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിൽ പറയാറില്ലേ, അപശകുനം. അങ്ങനെ ഒന്നില്ല, പക്ഷെ അങ്ങനെ നമ്മൾ സാധാരണ ഇതിൽ പ്രയോഗിക്കാറുണ്ട് അല്ലെ. അയാളൊരു അപശകുനമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവനെ കണ്ടത് മുതൽ എനിക്ക് നാശമാണെന്നാണ്. അങ്ങനെ ഒരാളുണ്ടാവോ? അങ്ങനെ ഒരാള് ഉണ്ടാവൂല. പക്ഷെ അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട് കേട്ടോ, അതാണ് ആ പറയുന്നത്. എങ്ങനെ എങ്ങനെ യാസീനില് എവിടെയാണത്? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ൽ. യാസീനിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ടോ? ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങള് ഇന്നാ തയ്യർനാബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അപശകുനം കണ്ടിരിക്കുന്നു. അവിടെ ഈ പക്ഷീനെ കൊണ്ട് ശകുനം നോക്കുന്ന പരിപാടിയില്ലേ, ആ പ്രയോഗം വെച്ചിട്ടാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇന്നാ തയ്യർനാബിക്കും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരു അപശകുനം ദർശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതും ആ പ്രയോഗം തന്നെയാണ്. ശരിയാ, കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ സൗഭാഗ്യക്കാര്, വലതുപക്ഷക്കാരുടെ വർത്തമാനമാണ് പറയുന്നത്. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ യമീൻ, അവരുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊരു
അത്ഭുതത്തിന്റെ പ്രയോഗമാണ്. അവർക്ക് അവരുടെ സൗഭാഗ്യങ്ങളെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്രത്തോളം ഉണ്ട് അവരുടെ സൗഭാഗ്യം, അവരുടെ അവരുടെ അനുഗ്രഹങ്ങൾ അത്രത്തോളം ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് ആ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നു. ഫി സിദ്രിൻ മഖ്ലൂദ്, അവര് മുള്ളില്ലാത്ത ഇലന്ത വൃക്ഷങ്ങളിലായിരിക്കും അവര് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലങ്ങളിലായിരിക്കും എന്നർത്ഥം. ഇലന്ത മരം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇലന്ത പഴം കേട്ടിട്ടുണ്ടോ? ആ പഴം കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാട്ടാ, ഒരു സെക്കൻഡ്. കേൾക്കാം. അതന്നെ, അതിനെക്കുറിച്ച്. ഫാസിൽ ഇതൊന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇലന്ത മരം. പിന്നെ വേറൊരു സംഗതി കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ കണ്ടല്ലോ, ഇവിടെ അതെ. ഇലന്തപ്പഴം എന്നും പറഞ്ഞിട്ട് ഒരു പഴത്തെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. എന്താ ഇത് കണ്ടാ? ഇങ്ങനത്തെ ഒരു പഴത്തെ കുറിച്ച് ഓർമ്മയുണ്ട? ആയിട്ടില്ല, ഷെയർ ആയിട്ടില്ല. ഓക്കെ, ഒരു സെക്കൻഡ്, ഇപ്പൊ കാണാമോ? ഇതിനെ കുറിച്ച് പറയുന്നത് ഇതന്നെ, ഇലന്തപ്പഴം എന്ന മാന്ത്രിക പഴം പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വിശിഷ്ട ഫലമാണ്. പാവങ്ങളുടെ ആപ്പിൾ എന്നും ഇത് അറിയപ്പെടുന്നു. രുചിയുടെയും പോഷക മൂല്യങ്ങളുടെയും കലവറയാണ് ഇലന്തപ്പഴം. ചെറുവൃക്ഷമായി പടർന്നു പന്തലിച്ചു വളരുന്ന ഇലന്തയിൽ ചെറുമുള്ളുകളുണ്ട്. ഈ ചെറുവൃക്ഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ വളർന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനാ ജുജു ആണാ? ജുജു നാട്ടിലുണ്ട്. അപ്പോ ഇത് കിനാർ അല്ലെ? ഓക്കെ, ഇതിന്നാണ് മറ്റേ സിദ്രല്ലേ, സിദ്ര. സിദ്രത്തിൽ മുന്തഹ എന്നൊക്കെ പറയുന്ന ഇത് വന്നിട്ടുള്ളത് ഈ പഴത്തിൽ നിന്നാണ്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇപ്പൊ ഈ പഴം എടുത്തു പറഞ്ഞ വലതുപക്ഷക്കാർക്ക് കിട്ടുന്നത് ഈ പഴത്തെ കുറിച്ച് എടുത്തു പറഞ്ഞ കാരണം അത് മുള്ളില്ലാത്ത, അല്ലെ, മുള്ളാണ് സാധാരണ ഇതിന്റെ ഒരു പ്രത്യേകത, പഴം പറിച്ചെടുക്കുക. അപ്പൊ മുള്ളില്ല, അതൊരു പ്രതീകമായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു പഴമല്ല കിട്ടുക. പിന്നെയോ ഇഷ്ടംപോലെ പഴങ്ങളുണ്ട്, അത് ഇനി ശേഷം പറയുന്നുണ്ട്. പക്ഷെ വളരെ ഫലസമൃദ്ധമായ, പോഷക സമൃദ്ധമായ, പലതിനും പരിഹാരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക എന്നർത്ഥം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ നാവിന് രുചിയേറ്റുന്ന അത്തരം സംഗതികളാണ് അവിടെ ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണം. ഇപ്പൊ ഈ ഖുർആനിലെ ഇത്തരം സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് ഇതിനൊക്കെ പരിഹസിച്ചിട്ട് യുക്തിവാദികളൊക്കെ പറയാറുണ്ട്. ഇതാണോ ഇപ്പൊ അവിടെ കിട്ടുന്ന വലിയ പഴം, ഇതാണിപ്പോ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അതിന് നമുക്കുള്ള മറുപടി, ഇതിപ്പോ അല്ല, നമുക്ക് മനസ്സിലാവുന്ന ചില സംഗതികൾ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ കാണാത്ത, നിങ്ങൾ കേൾക്കാത്ത, നിങ്ങൾ രുചിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ വേറെ ഉണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ചില ഭാഷകളിൽ ചിലത് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ കേട്ടാ. തൽഹിൻ മന്ദൂദ്, തൽഹ എന്ന് പറഞ്ഞാല് വാഴ അല്ലെങ്കിൽ വാഴപ്പഴം. മന്ദൂദ് ഇങ്ങനെ അടുക്കി വെച്ച, കുലകുലകളായിട്ട് അടുക്കി വെച്ച വാഴപ്പഴങ്ങള് കിട്ടും. വളില്ലിൻ മംദൂദ്, പരന്നു കിടക്കുന്ന ഷാഡോ, തണല് കിട്ടും. അത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ മരുഭൂമിയിൽ ഒരുപാട് നേരം വെയിലിൽ സഞ്ചരിക്കുന്ന, ഒട്ടകത്തിന്റെ പുറത്ത് നീണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു അറബിക്ക് പരന്നു കിടക്കുന്ന തണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. മനസ്സിലായോ? ആ അനുഭൂതി വെച്ചിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് കേട്ടോ. അപ്പോ തണല്, ഷാഡോ, നമുക്ക് തന്നെയും നല്ല ചൂട് കാലത്ത് കുറച്ച് വെയിലത്തൂടെ നടന്നു വരുമ്പോൾ ഒരു തണല് കാണുന്നത് എന്തായിരിക്കും? വലിയ അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യൂലേ? അതാണത്. ഒരു പാർക്കിൽ പോയാലും നമ്മൾ എവിടെ ഇരിക്കാം? തണലുള്ളിടത്തായിരിക്കുക, ഒരു ഷാഡോ ഉള്ളിടത്താണ് ഇരിക്കുക, അല്ലെ? അത് അതിന്റെ പ്രത്യേകത. അപ്പോൾ എപ്പോഴും പരന്നു കിടക്കുന്ന തണല് മാത്രമുള്ള ഒരു അവസ്ഥയാണ് സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ മാ ഇൻ മസ്കൂബ്, അതുപോലെ മസ്കൂബ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അല്ലെ? വാട്ടർ ഫൗണ്ടൻ ഞാൻ പറയാറില്ല എപ്പോഴും. വാട്ടർ ഫ്രണ്ട് വില്ല എന്ന് പറയുന്നത് വില കൂടും, അല്ലെ? സീസൈഡ്
വില്ല, റിവർ സൈഡ് വില്ല, അതിനൊക്കെ വില കൂടും. എന്തുകൊണ്ടാ? അവിടെ മനുഷ്യന്റെ കണ്ണിന് എപ്പോഴും ഒരു കുളിർമയാണ് വെള്ളത്തെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇത് സ്വർഗവാസികൾക്ക് നിരന്തരമായി അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ് ധാരധാരയായിട്ട് ഒഴുകുന്ന വാട്ടർ ഫൗണ്ടനുകളുള്ള വാസസ്ഥലങ്ങൾ കേട്ടോ. മാഇൻ മസ്കൂബ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം. വഫാക്കിഹത്തിൻ കസീറ, ഇവിടെ പറഞ്ഞു അല്ലെ, ധാരാളം പഴങ്ങൾ. ഫാക്കിഹത്തിൻ കസീറ, ധാരാളം പഴങ്ങൾ. ലാ മഖ്തൂഅത്തിൻ, ആ പഴങ്ങളുടെ പ്രത്യേകത ലാ മഖ്തൂഅ, അതൊരിക്കലും എന്താവൂല, മുറിഞ്ഞു പോകൂല. എന്ന് പറഞ്ഞാൽ അതിന്റെ സപ്ലൈ കട്ട് ചെയ്യപ്പെടൂല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കണനുസരിച്ച് കൂടയിൽ അത് നിറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ മുന്നിൽ പാത്രങ്ങളിൽ അതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. വലാ മംനൂഅ, തടയപ്പെടൂല. ഒരിക്കലും അത് മനഅ എന്ന് പറഞ്ഞാൽ എന്താ, തടഞ്ഞു എന്നാണ്. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു, അതിനാണ് മഖ്തൂഅ, മുറിഞ്ഞു പോകാത്ത. മംനൂഅ, തടയപ്പെടാത്ത. അതായത് അവിടെ ഒരു അൺലിമിറ്റഡ് സപ്ലൈ ആണ്, അൺലിമിറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് സപ്ലൈ. ദർ ഇസ് നോ ബ്രേക്ക്, ദർ ഇസ് നോ സ്റ്റോപ്പേജ്. ഇറ്റ് കംസ് ഇൻ ഫ്ലോസ് ഇൻ, വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നിരന്തരമായിട്ട്, തീരുന്നതനുസരിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കുമ്പോ ഇതിപ്പോ എത്രയോ മനുഷ്യന്മാരുണ്ടാവില്ല, കോടാനുകോടി. സ്വർഗത്തിലാണെങ്കിൽ കൂടി ധാരാളം മനുഷ്യരുണ്ടാവുമല്ലോ. ഇതിന്റെയൊക്കെ സപ്ലൈ എവിടുന്ന് വരും? ഇപ്പതേ റഷ്യ യുദ്ധം തുടങ്ങി, ഉക്രൈനും അപ്പൊ കുറെ ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചപ്പോ ഈജിപ്തിൽ ഗോതമ്പ് കിട്ടാനില്ല, ശ്രീലങ്കയിൽ ഗോതമ്പ് കിട്ടാനില്ല. എന്താ സംഭവം? ഈ ഗോതമ്പ് വരുന്നത് റഷ്യയിൽ നിന്നാണ്. ലോകത്തിലെ നമ്പർ 1 ഗോതമ്പിന്റെ എക്സ്പോർട്ടേഴ്സ് റഷ്യയാണ്. 5ാം സ്ഥാനത്താണ് ഉക്രൈൻ. എന്ന് പറഞ്ഞാൽ മൊത്തം വേൾഡിലെ വീറ്റ് സപ്ലൈയുടെ 25% ഈ 2 രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. പക്ഷെ ഈ 2 രാജ്യങ്ങളിൽ നിന്നുള്ള സപ്ലൈ മുറിഞ്ഞപ്പോ മറ്റു പല രാജ്യങ്ങളിലും പട്ടിണി തുടങ്ങിക്കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോൾ റഷ്യയുടെ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ജർമ്മനിയിൽ കറണ്ട് പോവും, ഹംഗറിയിൽ കറണ്ട് പോവും. കാരണം എന്താ? ഇതിന്റെ സപ്ലൈ അവിടെ നിന്നാണ്. ഇതൊക്കെ ഈ ലോകത്തെ പ്രശ്നങ്ങളാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ലോകത്തെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഖത്തറിൽ മറ്റൊരു ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ പാല് കിട്ടാണ്ട് വിഷമിച്ചു കുറച്ചു ദിവസം അല്ലെ. പിന്നെയാണ് 5000 പശുക്കളെ കൊണ്ടുവന്നത് ആസ്ട്രേലിയയിൽ നിന്ന്, അവിടെ നിന്നൊക്കെ ഇറക്കി കൊണ്ടുവന്നപ്പോഴാണ് പാല് കിട്ടി തുടങ്ങിയത്. പക്ഷെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പലത് കിട്ടാതെ പോയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഒരു സപ്ലൈ മുറിഞ്ഞു പോകുന്ന അവസ്ഥ നമ്മൾ വളരെ ചെറുതായിട്ട് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഉള്ളി വരാതെ വന്നപ്പോ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇവിടെ തക്കാളി വരാതായിരുന്നപ്പോ അപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഇതുപോലെ അവിടെ അങ്ങനത്തെ ഒരു സപ്ലൈ മുറിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ സ്വർഗത്തില്. അതാണ് ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. സപ്ലൈ ഒരിക്കലും തടഞ്ഞു പോകില്ല. ഇനി വഫുർഷിൻ മർഫൂഅ, അവര് വിശ്രമിക്കുന്നത് എവിടെയായിരിക്കും? ഉയർത്തി വെക്കപ്പെട്ട മെത്തകളിൽ. ഫുറുഷ് എന്ന് പറഞ്ഞാല് ഫിറാഷിന്റെ ജമാണ് ഫുറുഷ്. ഫിറാഷ് എന്ന് പറഞ്ഞാല് മെത്ത, ബെഡ്, മാട്രസ്. ഏതാ? ഫിറാഷ്. ഫിറാഷിന്റെ ജമാണ് എന്ത്? ഫുറുഷ്. ഉയർത്തി വെക്കപ്പെട്ട മെത്തകളിലായിരിക്കും അവരുണ്ടാവുക. എന്ന് പറഞ്ഞാല് വളരെ സുന്ദരമായിട്ട് ആസ്വദിച്ച് കിടക്കാൻ പറ്റുന്ന മെത്തകൾ അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, അവരുടെ ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇൻഷാ, പ്രത്യേകമായ ഒരു സൃഷ്ടിപ്പ്. അവർക്ക് ഇണകൾ ആയിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകതരം സൃഷ്ടികളായിരിക്കും അവർ. ഭൂമിയിലുള്ള ഇണകളാകില്ല. അത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, അവർക്കൊക്കെ പ്രത്യേകമായി ഇണകളെ അള്ളാഹു സൃഷ്ടിക്കുന്നു. ഫജഅൽനാഹുന്ന, ആ പെണ്ണുങ്ങളെ നാം ആക്കിയിരിക്കുന്നു അബ്കാറൻ. ബിക്റിന്റെ ജമ്മാണ് അബ്കാർ, കന്യകമാരാക്കിയിരിക്കുന്നു. മറ്റുള്ളവർ മുമ്പ് സ്പർശിച്ചവരോ മുമ്പ് വിവാഹം ചെയ്തവരോ ആകാത്ത കന്യകമാരായിരിക്കും അവര്. ഉറുബൻ, അവര് ഭർത്താക്കന്മാർക്ക് പ്രിയങ്കരികളായിരിക്കും. ഉറുബ് എന്ന് പറഞ്ഞാൽ അതാണ്, ഭർത്താക്കന്മാരിൽ അനുരാഗം ജനിപ്പിക്കുന്നവരായിരിക്കും. അത്രാബൻ, സമപ്രായക്കാരായിരിക്കും. സമപ്രായക്കാരെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാരുടെ അതേ പ്രായം എന്നാവാം, അല്ലെങ്കിൽ ഈ ഇണകളായിട്ടുള്ള എല്ലാവരും ഒരേ പ്രായത്തിലാണെന്ന് എന്നതും ആകാം. ഇപ്പോ
സ്വർഗത്തിലെ കുറിച്ച് അവരുടെ ഈ വയസ്സിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും 33 വയസ്സുകാരായിട്ടായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ എല്ലാവരുടെയും വയസ്സ് 33 ആയിരിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? 33 ഒരു ചിലപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ തന്നെ ഏറ്റവും തിളക്കമുള്ള ഒരു പ്രായം അതായിരിക്കണം. ഒരു പക്ഷെ അതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇനിയിപ്പോൾ സ്വർഗത്തിലെങ്കിലും അങ്ങനെ ആയിരിക്കും 33 എന്നുള്ളത്. ഇവിടെ വച്ച് അപ്പൊ ഈ ഇവർക്ക് ലഭിക്കുന്ന ഇണകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പല രൂപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇഹലോകത്തിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വനിതകളാണ് ഇവർക്ക്. അവർ മരിക്കുമ്പോൾ എത്ര വൃദ്ധകളാണെങ്കിലും അവരെ കന്യകകളായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുക? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അതിസുന്ദരികളുമായിരിക്കും. ഈ ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ സ്വർഗത്തില് പ്രവേശിപ്പിക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ റസൂല് പറഞ്ഞ്, അതിനുമ്മ വയസ്സായ ഒരു സ്വർഗത്തിൽ പോവില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ആകെ വിഷമിച്ചു, കരഞ്ഞു. ഇതെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോയപ്പോ നബി സഹാബികളോട് പറഞ്ഞു, ഒരു തമാശ പറഞ്ഞതാണ് നബി, അവരോട് പറയൂ, ഞാൻ ഉദ്ദേശിച്ചത് വയസ്സായിക്കൊണ്ട് അവർ സ്വർഗത്തിൽ പോവില്ല എന്നാണ്, മറിച്ച് അവര് കന്യകയായിക്കൊണ്ടായിരിക്കും സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം ഉള്ള ഒരു സ്ത്രീ ആയിക്കൊണ്ടായിരിക്കും സ്വർഗത്തിൽ പോവുക. സ്വർഗത്തില് കിഴവികൾക്ക് പ്രവേശനം ഇല്ലല്ലോ എന്ന അർത്ഥത്തിലാണ് റസൂല് പറഞ്ഞത് ഉദ്ദേശിച്ചത്. അപ്പൊ അവരത് വാക്കർത്ഥത്തിലെടുത്തിട്ടാണ് കരഞ്ഞത്. പക്ഷെ ആ കരച്ചിൽ അപ്പൊ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ഇത് പിന്നെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹമായിരിക്കും. അവര് ഇഹലോകത്ത് വയസ്സായവരാകട്ടെ വിവാഹം കഴിച്ച് മരിച്ചവരാകട്ടെ, പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവര് കന്യകകളായിക്കൊണ്ടായിരിക്കും പ്രവേശിക്കുക, സുന്ദരികളായിരിക്കും. അവർക്ക് ഇപ്പൊ ഇനിയിപ്പോ ഒരു സ്ത്രീ, അവർക്ക് ഇപ്പം ഭർത്താവ് അല്ലെ, ഇഹലോകത്ത് നല്ല അനുഗ്രഹത്തിൽ ജീവിച്ച ഭാര്യാഭർത്താക്കന്മാർ പരലോകത്തും അവർക്ക് നല്ല ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാമല്ലോ, ഒരാളുടെ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ അവർ വേറെ വിവാഹം കഴിച്ചു, ആ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ വേറെ, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. 2 ഭർത്താക്കന്മാരോ 3 ഭർത്താക്കന്മാരോ ഒക്കെ മരിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ജീവിച്ചവരുണ്ടെങ്കിൽ അവർ ഏത് ഭർത്താവിന്റെ ഒപ്പമാണ് ചേരുക എന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ടായപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് പ്രവാചകനോട് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഏത് ഭർത്താവിന്റെ ഒപ്പമാണ് ചേരുക? അപ്പോൾ റസൂൽ അതിന് മറുപടി പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ അവര് അങ്ങനെ ജീവിതത്തിൽ എന്നോട് ഏറ്റവും നന്നായി വർത്തിച്ച ആരാണോ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. എന്നിട്ട് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉമ്മു സലമ ഇഹത്തിലെയും പരത്തിലെയും നന്മകൾ അത്രയും സൽസ്വഭാവം കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുക. അതിന്റെ അർത്ഥം നേരത്തെ മരിച്ചുപോയ ഭർത്താവ് സൽസ്വഭാവിയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഭാര്യമാരെ കിട്ടാതിരിക്കുന്നോ അതൊന്നും അതിനർത്ഥമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ നല്ലൊരു ജീവിതത്തിന് വേണ്ട ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാവർക്കും ലഭിക്കും അവിടെ. അതിൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് ഇതിനെ അള്ളാഹു എങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, എങ്ങനെ ഇണക്കി ചേർക്കുന്നു, ഇതൊക്കെ അള്ളാഹുവിന്റെ മാത്രം യുക്തിക്കും നമ്മുടെ താല്പര്യത്തിനൊക്കെ വിധേയമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കും. ആരും അപ്പൊ നമുക്കെന്താണ് കിട്ടുക എന്നൊന്നും ആലോചിച്ച് പരിഭവപ്പെടേണ്ടതില്ല, പരാതി പറയേണ്ട ഒരവസ്ഥ സ്വർഗത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് എന്തുകൊണ്ട് ഇന്നത് കിട്ടിയില്ല. അപ്പൊ ഈ ലോകത്ത് നമ്മുടെ പ്രശ്നം അതാണല്ലോ അല്ലെ. ഏറ്റവും വലിയ പണക്കാരനും മതിയാവൂലല്ലോ. അംബാനിക്ക് മതിയായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അയാൾക്ക് മതിയാവുന്നില്ലല്ലോ. അല്ല, അയാൾക്ക് തലമുറകൾ ജീവിക്കാനുള്ളത് ഉണ്ടായിട്ടും അയാൾക്ക് മതിയാകാത്തത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. പെട്രോളിന് വില ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. അതുപോലെ ഓരോന്നും. പുട്ടിന് വലിയൊരു സാമ്രാജ്യമുണ്ട്, റഷ്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യമുണ്ട്. അത് കൂടാതെ മൂപ്പർക്ക് ഇപ്പുറത്ത് ഉക്രൈനും വേണമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പൊ അവിടുത്തെ ആളുകൾ കഷ്ടത അനുഭവിക്കണം. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. ദുനിയാവില് ഭൂമിയിലെ ഒരു പ്രശ്നം എന്താ, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലെ. 2 കിട്ടുകിൽ 4 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അല്ലെ. അപ്പൊ 2 കിട്ടിയ ആൾക്ക് 4 വേണം, ശതമാകിൽ 100 വേണമെങ്കിൽ 100 കിട്ടിയ ആൾക്ക് സഹസ്രം മതിയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ. ഒരു
ആദമിന്റെ പുത്രന് സ്വർണം കൊണ്ട് നിറച്ച ഒരു താഴ്വര ലഭിച്ചാൽ അയാൾ ആഗ്രഹിക്കുമെന്ത്? രണ്ടാമത്തെ ഒരു താഴ്വരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. നമ്മളെ കുറിച്ചും അങ്ങനെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെറിയ ചെറിയ അത്തരം ആഗ്രഹങ്ങളുടെ ആളുകളാണല്ലോ, അല്ലെ? കിട്ടുന്നത് മതിയാവില്ല. ഇല്ല തുറാബ്, മനുഷ്യന്റെ തൃപ്തിയെ അടക്കാൻ അവസാനം സാധിക്കുക എന്തിനാണ്? മണ്ണിനെ സാധിക്കുള്ളൂ എന്നാ പറഞ്ഞ. മണ്ണിലേക്ക് പോകുമ്പോഴാണ്, മണ്ണിലെത്തുമ്പോഴാണ് നമ്മുടെ തൃപ്തി ഒക്കെ തീരാ. പണ്ട് ടോൾസ്റ്റോയുടെ ഒരു കഥ ഉണ്ടല്ലോ, എത്ര മണ്ണ് വേണം എന്ന് ചോദിച്ചിട്ട് ഒരു കഥ ഉണ്ടല്ലോ, അല്ലെ? ഒരു രാജാവ് ഓടാൻ വേണ്ടി തീരുമാനിച്ച്, നിങ്ങളെ ഓടിയിട്ട് എത്ര, അതാണ് റഷ്യക്ക് ഇപ്പൊ പറ്റിയൊരു എക്സാമ്പിളാണത്, അല്ലെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി തീർക്കുന്ന ആ ഭൂമിയൊക്കെ എടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ? സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തണം. പക്ഷെ ഓടാൻ വന്ന മനുഷ്യരൊന്നും തിരിച്ചെത്തൂല. കാരണം എന്താ? സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്താവുന്നതിനേക്കാൾ ദൂരം അയാൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഓടും. അവസാനം മരിച്ചു വീഴും. മരിച്ചു വീഴുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കും, എത്ര ഭൂമി വേണം? 6 അടി മതി. ഇത് കൃത്യമായിട്ടും മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അതാണ്. അങ്ങനെ മതിവരാത്തൊരവസ്ഥ ഉണ്ടാവില്ല. മതി വരുവോളം, സംതൃപ്തി അടയുവോളം അവർക്ക് ലഭിക്കും. ലി അസ്ഹാബിൽ യമീൻ, ഇതാരുടെ? വലതുപക്ഷക്കാർക്കുള്ള ഒരു അനുഗ്രഹമാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് ഒരു വലിയ സംഘം ആളുകൾ അക്കൂട്ടത്തിലുണ്ടാകും. വസുല്ലത്തും മിനൽ ആഖിരീൻ, പിന്മുറക്കാരിൽ നിന്ന് ഒരു വലിയ സംഘവും അതിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ വലതുപക്ഷക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സാബിഖീങ്ങളെക്കാളും കൂടുതൽ ഉണ്ടാവുക ആരായിരിക്കും? ഈ വലതുപക്ഷക്കാരായിരിക്കും. സാബിഖീങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വലതുപക്ഷക്കാരുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആരാ? ഇടതുപക്ഷക്കാരാണ്. അക്സറുന്നാസി ലാ യഷ്കുറൂൻ, അധിക ആളുകളും നന്ദി കാണിക്കാത്ത ആളുകൾ. എങ്ങനെ? ഏറ്റവും കൂടുതൽ ആരുണ്ടാവുക? നിങ്ങൾ പറയും. ഏറ്റവും നന്മ ചെയ്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? അതായത് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ഏത് രാജ്യക്കാരാണെന്നാണോ, ഏത് പ്രായക്കാരാണെന്നാണോ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരാണെന്നാണോ? എന്താ ഉദ്ദേശിച്ചത്? ആ ഖുർആൻ അങ്ങനല്ല. ഖുർആനെ കുറിച്ച് അവര് സ്വർഗത്തിൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ഖുർആൻ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ പഠിക്കണമല്ലോ. ഖുർആൻ പഠിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതെ, നന്മ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഖുർആൻ മനസ്സിലാക്കിയിരിക്കണമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഖുർആൻ പഠിച്ചവരാണ് സ്വർഗത്തിൽ എന്ന് പറയാൻ, അവർ മാത്രമാണ് സ്വർഗത്തിൽ നിന്നോ ഖുർആൻ പഠിച്ചവരൊക്കെ സ്വർഗത്തിലായിരിക്കുന്നോ എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മൊത്തത്തിൽ നന്മ കൂടുതലുള്ള ആരാണ്? ഫമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരാണ് സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ആരുടെയൊക്കെ നന്മയുടെ തുലാസ് കനം തൂങ്ങിയോ അവരൊക്കെ സ്വർഗത്തിലുണ്ടാവും. നന്മയുടെ തുലാസ് ഇങ്ങനെ അല്ല, അതുകൊണ്ട് ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് സ്വർഗത്തിൽ എന്ന് പറയണതിൽ അർത്ഥമില്ല. അത് പിന്നെ ഇമാമ്, നമസ്കാരത്തിന് ഇമാമ് നിൽക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് പറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളായിരിക്കണം ഇമാമ് നിൽക്കേണ്ടത്. അതെ, ഇപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ ചെറിയ സൂറത്തുകൾ വരെ തെറ്റുമായിരുന്നു. കാരണം എന്താ? അദ്ദേഹം ജിഹാദിലായിരുന്നു. അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞത്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ശരീരത്തില് ഒരു ഭാഗം പോലും ഒന്നുകിൽ ഒരു കുന്തത്തിന്റെ കുത്തേൽക്കാത്ത, ഒരു അമ്പിന്റെ അമ്പ് ഏൽക്കാത്ത, ഒരു വാളിന്റെ വെട്ടേൽക്കാത്ത, ഒരു കത്തിയുടെ കുത്തേൽക്കാത്ത ഒരു സ്ഥലം പോലും എന്റെ ശരീരത്തിൽ എവിടെയില്ല. അത്ര അങ്ങനത്തെ അല്ലാത്തൊരു സ്ഥലവും ഇല്ല. എന്ന് പറഞ്ഞാൽ
ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്നുകിൽ വെട്ടോ കുത്തോ അമ്പെയ്ത്തോ ഒക്കെ ഏറ്റിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരു യുദ്ധത്തിൽ ഷഹീദായി മരിക്കണമെന്നാണ്. പക്ഷെ എനിക്ക് അള്ളാഹു അതിന് ഭാഗ്യം ചെയ്തില്ല. ഞാൻ അവസാനം ഒരു കട്ടിലിൽ കിടന്നാണ് ഇതാ മരിക്കാൻ പോകുന്നത്. മരണസമയത്ത് പറയുന്നതാണത്. അപ്പോ അദ്ദേഹത്തിന്റെ ജിഹാദിലായിരുന്നു അദ്ദേഹം മുഴുവൻ. ഖുർആൻ വല്ലാതെ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാമ് നിൽക്കുമ്പോൾ അദ്ദേഹം ചെറിയ ചെറിയ സൂറത്ത് ഓതിയാൽ വരെ തെറ്റുമായിരുന്നാണ്. പക്ഷെ അദ്ദേഹം സ്വർഗത്തിൽ പോകാതിരിക്കില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഖുർആൻ അറിഞ്ഞുകൊണ്ട് അവർ നേരെ സ്വർഗത്തിലും, തീരെ ഖുർആൻ അറിയാത്തതുകൊണ്ട് ഒരാളെ നരകത്തിലും എന്നൊരിക്കലും പറയാൻ പാടില്ല. പറ്റൂല അങ്ങനെ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നിങ്ങൾക്ക് അറിയുന്ന ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ എത്ര പ്രവർത്തിച്ചു, അതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് അറിയുന്ന ഖുർആൻ വെച്ചിട്ട് നിങ്ങൾ എത്ര പഠിച്ചു. പ്ലസ് ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ എത്ര ഖുർആൻ അറിയാൻ ശ്രമിച്ചു, അല്ലെ? പരിശ്രമിക്കുന്നതിന് പ്രതിഫലം കിട്ടുന്ന ഏക മതം ഇസ്ലാമാണ്. നിങ്ങളൊരു പരീക്ഷ എഴുതിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് മാർക്ക് കിട്ടുമോ? വളരെ കോമ്പറ്റീറ്റീവായ എക്സാമില് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തതിന് മാർക്ക് കിട്ടുമോ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ശരിയാക്കി എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ആൻസർ ശരിയാക്കിയാലേ മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇസ്ലാമിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ മാർക്ക് കിട്ടും. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ മാർക്ക് കിട്ടും. നിങ്ങൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മാർക്ക് കിട്ടും. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിലും മാർക്ക് കിട്ടും. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുറ്റം കിട്ടൂല. തിന്മ ചെയ്താലേ കുറ്റം കിട്ടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ എത്ര അറിയുന്നു, അറിയുന്നതനുസരിച്ച് എത്ര പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തിക്കാൻ എത്ര പരിശ്രമിക്കുന്നു, ഇതൊക്കെയാണ് സ്വർഗത്തിൽ പോകേണ്ടതിന്റെ മാനദണ്ഡം. കേട്ടോ? ഇനി എന്തെങ്കിലും സംശയം ഇല്ല? അപ്പം നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇപ്പൊ നമ്മള് സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞു, അസ്ഹാബുൽ യമീനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് അസ്ഹാബുൽ ഷിമാല് അല്ലെങ്കിൽ അസ്ഹാബുൽ മഷ്അമ, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകളെ കുറിച്ചാണ്, അവരുടെ ശിക്ഷകളെ കുറിച്ചാണ് ഇനി അടുത്ത ഇത് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഖുർആൻ ഓരോ സമയത്തും ഇതുപോലെ പഠിക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകണം. കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം ലഭിക്കണം. വിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കാനുള്ള നമ്മുടെ ശ്രമം തുടരണം. എല്ലാ അർത്ഥത്തിലും അങ്ങനെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.